ലോട്ടറി വിൽപ്പനയുടെ ഭൂരിഭാഗവും വൻകിട ഏജൻസികൾ കൈയടക്കുകയാണ്. 8000-ഓളം ഏജന്റുമാരുള്ള പാലക്കാട് ജില്ലയിൽ നൂറിൽ കൂടുതൽ ടിക്കറ്റ് ലഭിക്കുന്നത് 179 പേർക്ക് മാത്രം. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. നമ്മൾ റോഡരികിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ നിർധനരായിട്ടുള്ള ആളുകൾ ലോട്ടറി വിൽക്കുന്നത് കാണാറുണ്ട്. ഒരു പക്ഷെ അവരോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊരു സഹായമാകുമല്ലോ എന്നൊക്കെ കരുതിയാണ് കൂടുതൽ ആളുകളും ഇത്തരത്തിൽ ടിക്കറ്റുകൾ എടുക്കാറ്. പക്ഷേ സത്യത്തിൽ ഈ ലോട്ടറി വിൽപ്പന അതിൻ്റെ സിംഹഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്നത് വൻകിട ഏജൻസികളാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രതിദിനം 100-ൽ കൂടുതൽ ടിക്കറ്റുകൾ പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. നമ്മൾ നൽകിയിട്ടുള്ള വിവരാവകാശ രേഖയിൽ നിന്ന് അത് വളരെയധികം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജില്ലയിൽ ആകെ 7886 ഏജന്റുമാരാണുള്ളത്. ഇതിൽ ഭിന്നശേഷിക്കാർ വെറും 74 പേരാണ്. ഇതിൽ തന്നെ പ്രതിദിനം 100-ൽ കൂടുതൽ ടിക്കറ്റുകൾ ലഭിക്കുന്നത് കേവലം 179 പേർക്ക് മാത്രമാണ്. അതായത് ഈ 179 പേർക്ക് മാത്രമാണ് 100-ൽ കൂടുതൽ ടിക്കറ്റ് ലഭിക്കുന്നത്. അതിന് പുറത്തുള്ള ആളുകൾക്കെല്ലാം 100-ൽ താഴെ ടിക്കറ്റുകൾ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ പ്രതിദിനം അച്ചടിക്കുന്ന ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ എവിടെ പോകുന്നു എന്ന ചോദ്യമുണ്ട്. അതിന് ഉത്തരം അത് പ്രധാനപ്പെട്ട ഏജൻസികൾക്ക്, വലിയ ടിക്കറ്റുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്ന ക്വാട്ട നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഏജൻസികൾക്കാണ് അത് ലഭിക്കുന്നത് എന്നുള്ളതാണ് വിവരാവകാശ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 967-ൽ ഈ ഭാഗ്യക്കുറി എന്നുള്ള ഒരു ആലോചന ഉണ്ടാകുമ്പോൾ തന്നെ അത് വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ നിർധനരായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കുക, അവർക്കൊരു വരുമാന മാർഗമാക്കുക എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ നേരെ വിപരീതമാണ് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നത്. ഇത് പാലക്കാട്ട് മാത്രം കാര്യമല്ല, സംസ്ഥാനത്തുടനീളം ഈ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിനൊരു മാറ്റം വേണം എന്നുള്ള ആവശ്യമാണ് ഈ ലോട്ടറി മേഖലയിലുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരുപാടധികം ആളുകൾ ഇതിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടിക്കറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ടിക്കറ്റുകൾ അവർക്ക് വിറ്റഴിക്കാൻ കഴിയും, കൂടുതൽ കമ്മീഷൻ തുക ലഭിക്കും, കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന തുക ലഭിക്കും. അതോടുകൂടി അവരുടെ ജീവിതം കൂടുതൽ വരുമാനം ലഭിക്കുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിന് ലോട്ടറി വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. സംസ്ഥാന ലോട്ടറി വകുപ്പിന് പൂർണ്ണമായി ഇതിനെക്കുറിച്ച് അറിവുണ്ടാകില്ല. അത് ജില്ലാ തലങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാഹചര്യം എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്.